മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ മോണോക്രോം പ്രിന്ററായ എപ്സൺ M1100 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇങ്ങനെ റീഫിൽ ചെയ്യാം, പേപ്പർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യേണ്ടതെന്നെല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ പ്രിൻ്റർ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റത്തേത്, ഈ പ്രിൻ്റർ പവർ ഓഫ് ചെയ്യുന്നത് ഈ കാണുന്ന പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നോൺ ജെന്യൂൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ ട്രേ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ഗുഡ് 50 ഷീറ്റ് പേപ്പർ അല്ലെങ്കിൽ സിംഗിൾ പേപ്പറാണെങ്കിൽ സിംഗിൾ പേപ്പർ നല്ല ഗുഡ് പേപ്പർ വെക്കുക. ഈ A4 എന്നുള്ള മെൻഷൻ ചെയ്ത് അവിടെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ഈ ട്രേ ഇതേപോലെ ജസ്റ്റ് ഉള്ളിലോട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ബട്ടൺ നിർബന്ധമായിട്ടും ഈ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺ ചെയ്യാനും അതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ലോങ് പ്രസ് ഒന്നും വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ബട്ടൺ ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള ബട്ടനാണ്. മൂന്നാമത്തെ ബട്ടന് നമുക്ക് പ്രിൻ്റ് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പേപ്പർ ജാം അങ്ങനെ എന്തെങ്കിലും എറർ വരുമ്പോൾ അത് റീസെറ്റ് ചെയ്യാനാണ് ഈ മൂന്നാമത്തെ ബട്ടൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ 3 ബട്ടനാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. ഇങ്ക് ഫില്ല് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. കഴിയുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. ഇങ്ക് മറ്റ് പ്രിൻ്ററിൻ്റെ അപേക്ഷയിൽ ഇതിന് ഇങ്ക് ഫില്ല് ചെയ്യുന്നത് ചെറുതായിട്ട് കമാൻഡ് കൊടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിവിടെ ഈ സ്റ്റിക്കർ കണ്ടില്ലേ, ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഈ സ്റ്റിക്കറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ അത് ചെയ്യുക. കണ്ടില്ല, ആ ബ്ലൂ ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാണ് നമ്മളിവിടെ കമാൻഡ് കൊടുക്കേണ്ടത്. ഒരിക്കലും അത് പിടിച്ച് വലിക്കുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ക് റീഫില്ല് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്സൻ്റെ മറ്റ് മോഡൽ പ്രിൻ്ററിനെ അപേക്ഷിച്ച് ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഗ്ലാസ്സിലൂടെ നോക്കി കഴിഞ്ഞാൽ ഇങ്കിൻ്റെ ലെവൽ കാണാൻ കഴിയും. അപ്പോൾ താഴെ കാണുന്ന ചെറിയൊരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ എത്തുമ്പോൾ ഫില്ല് ചെയ്യണം. 005 സീരീസ് ഇങ്കാണ് ഇതിന് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ ഈ ആ ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ ഒരിക്കലും വലിക്കുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതെങ്ങനെ ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ള ഇവിടെ സ്റ്റിക്കർ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേ മെത്തേഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ആ മെത്തേഡിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്നുള്ളത്, ഈ ബട്ടൺ കണ്ടില്ലേ, ഈ ബട്ടന് ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ കണ്ടില്ലേ, കാരേജ് ഇതേപോലെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് റൈറ്റിൽ വന്നിട്ട് ആ ഏരോ മാർക്ക് കണ്ടില്ലേ, ആ ഏരോ കൊടുത്ത് അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ സമയത്ത് നമുക്ക് ഈ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 005 പറഞ്ഞ സീരീസുള്ള ഇങ്ക് ബോട്ടിൽ എടുക്കുന്നു. അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. അതിലേക്ക് ഇങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നതാണ്. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ ബബിളിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഗ്ലൂ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അതിൻ്റെ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ക് ഫില്ലാവുന്നത് കാണാം. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം, കംപ്ലീറ്റ് ആയതിനു ശേഷം ബോട്ടിൽ ജസ്റ്റ് ഒന്ന് എടുക്കുന്നു. ബോട്ടിൽ മാറ്റി വെച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ വീണ്ടും ഈ ബട്ടന് ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, കാരേജ് മൂവ് ആവുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. ജസ്റ്റ് മൂവ് ചെയ്താണ്ട് ലെഫ്റ്റിൽ വന്നാണ്ട് റൈറ്റിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ട് വന്നു, റൈറ്റ് സൈഡിലോട്ട് ഇതാ വരുന്നു. ഇവിടെ വന്നിട്ട് ഇത് ലോക്ക് ആവുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇങ്ക് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ്. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തതിനു ശേഷം പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ടെസ്റ്റ് പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡോക്യുമെൻറ്റ്, ഇത് കളറാണ്. നമ്മളെ പ്രിൻ്റർ മോണോക്രോം ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മോണോക്രോം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുകയാണ്. ഫുൾ ഡോക്യുമെൻറ്റും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് Ctrl+P അല്ലെങ്കിൽ ഈ പ്രിൻ്റ് എന്നുള്ള കമാൻഡോ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എത്ര കോപ്പീസ് വേണമെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്റ് ആവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടില്ല, ആദ്യം കാണിക്കുന്നത് ഡോക്യുമെൻറ്റ് സൈസാണ്. നമ്മൾ വെച്ചത് ഏത് സൈസ് പേപ്പറാണെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ A3+ കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന എല്ലാത്തിനും കോമൺ ആയതുകൊണ്ടാണ് അതിൽ വന്നിട്ടുള്ളത്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓറിയൻറ്റേഷന് പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ളത് അവിടെ നമുക്കിവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. പിന്നുള്ളത് പേപ്പർ ടൈപ്പ്, ഏത് ടൈപ്പ് പേപ്പറാണ് നമ്മൾ ട്രയൽ വെച്ചിട്ടുള്ളതെന്നാണ്. ഇതിൽ നോർമലി പ്ലെയിൻ പേപ്പർ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. മോണോക്രോം പ്രിൻ്ററാണ്, ഫോട്ടോ പേപ്പർ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ക്വാളിറ്റി,
ക്വാളിറ്റി 3 ടൈപ്പാണ്: സ്റ്റാൻഡേർഡ്, ഡ്രാഫ്റ്റ്, ഹൈ. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും, ഫാസ്റ്റ് പ്രിൻറ്റിംഗ് ആവും, പക്ഷേ ക്ലാരിറ്റി കുറവായിരിക്കും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ പ്രിൻറ്റിംഗ് ആയിരിക്കും, നല്ല ഇങ്ക് ഇറങ്ങുന്നുണ്ടാവും, പക്ഷേ ക്വാളിറ്റി കുറച്ച് കൂടുതലാവും. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഈ മോർ ഓപ്ഷൻസിലുണ്ട്. അത് ഞാൻ എങ്ങനെ വാട്ടർമാർക്ക് ആഡ് ചെയ്യില്ല എന്നുള്ളത് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ താഴെ കാണുന്ന ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് കമാൻഡ് പോയിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ, പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ ഇതിൻ്റെ ട്രേ ഉണ്ട്. ഈ പേപ്പർ നമുക്ക് ഇവിടെ ഔട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്ന പേപ്പർ നമുക്ക് ഇതേപോലെ ട്രേ വലിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.